ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു പാഠമുണ്ട്. 2024 പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ അതിജീവിക്കുവാനായി സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സുഗന്ധം സ്വന്തമാക്കാൻ കൊച്ചുത്രേസ്യ പുണ്യവതി പറയും. വിശുദ്ധ പറയുന്ന മനോഹരമായ 5 കാര്യങ്ങളുണ്ട്. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ സുഗന്ധം സ്വന്തമാക്കുവാനായിട്ട് സഹായിക്കുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെയും പോരായ്മകളെയും കുറവുകളെയും അതിജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലെ സ്നേഹം സ്വന്തമാക്കുക എന്ന് കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലെ സ്നേഹം. എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത? അത് മനോഹരമായി വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മൾ 3 സ്റ്റെപ്പുകളിലായി നമുക്കത് കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ആ വാക്യം ഇപ്രകാരമാണ്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു മനോഭാവത്തിൽ, കാഴ്ചപ്പാടിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്നാം സ്റ്റെപ്പ് ഇതാണ്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഈശോയുടെ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നീ എപ്രകാരം നിന്നെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഞാൻ ഇതാ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. മൂന്നാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈശോ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. ഈശോ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? കുരിശിൽ മരിച്ചുകൊണ്ട് അവിടെ നമ്മെ സ്നേഹിച്ചു. ആ കുരിശിൽ മരിച്ച് നമ്മെ സ്നേഹിച്ചതുപോലെ അപരനെ സ്നേഹിക്കുമ്പോൾ ത്യാഗത്തോടുകൂടി ഞാനെടുക്കുന്ന ഓരോ ത്യാഗങ്ങളും, ഞാനെടുക്കുന്ന ഓരോ സഹനങ്ങളും അത് സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കുന്നു. അതിൻ്റെ ഒരു കൾമിനേഷൻ പോലെയാണ് ഈശോ പറയുന്നത്, നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കണം, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ ഈ ഒരു 3 സ്റ്റെപ്പിലൂടെ നമ്മുടെ ജീവിതത്തെ കടത്തിവിടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കുറവിനെയും ബലഹീനതകളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിത അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയ നിറഞ്ഞവരെ, ഈ ഒരു അനുഭവ പാഠം നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ സ്റ്റെപ്പുകളെ നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ബലഹീനതകളെയും കുറവുകളെയും എല്ലാം എടുത്തു മാറ്റാൻ നമ്മൾക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അസ്വസ്ഥതകളൊക്കെ പലപ്പോഴും മനുഷ്യരുമായിട്ട് ബന്ധം കടന്നു വരാറുണ്ട്. അവിടെയെല്ലാം ഈ വെറുപ്പിനെയും വിദ്വേഷത്തെ എടുത്തു മാറ്റുന്ന ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെ സ്വന്തമാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വിശുദ്ധീകരിക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോനാഥ, ഞങ്ങളുടെ ബലഹീനമായ കൊച്ചു ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നന്മകളെ അപഹരിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ഈശോയുടെ അങ്ങയുടെ അനുഗ്രഹത്തെ അതെല്ലാം തന്നെ അപഹരിച്ച് കളയുന്നുണ്ട്. അങ്ങയുടെ സ്നേഹം സ്വന്തമാക്കുന്നിടത്താണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ബലഹീനതകളെയും കുറവുകളെയും അതിജീവിക്കാൻ സാധിക്കുന്നു എന്ന് ഞങ്ങൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വചനത്തിലൂടെ, ചിന്തകളിലൂടെ ഞങ്ങളിതാ തിരിച്ചറിയുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. എപ്പോഴും നിന്നോടു കൂടെ മകനേ, എന്നാളും നിന്നോടു കൂടെ.
വിശ്വസിക്കൂ മകനേ, രക്ഷ നേടും നീ. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടി ഒളിക്കുകില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ അങ്ങയുടെ സ്നേഹം സ്വന്തമാക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിന്റെ ഓരോ പടവുകളെയും ഉരുകുവാൻ, ആലിംഗനം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. ജീസസ്, ലവ് ജീസസ്. യേശുവേ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ ഉള്ളിലേക്ക് നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയം ചൊരിയപ്പെടുന്ന ദൈവ സ്നേഹത്തിൽ ആഴത്തിൽ ഞങ്ങൾ വളരട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ജീസസ്, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടി ഒളിക്കുകില്ല. എപ്പോഴും നിന്നോടു കൂടെ മകനേ, എന്നാളും നിന്നോടു കൂടെ. വിശ്വസിക്കൂ മകനേ, രക്ഷ നേടും നീ. വിശ്വസിക്കൂ മകളേ, രക്ഷ നേടും നീ. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടി ഒളിക്കുകില്ല. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരാരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരാരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരാരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.